ലോൺ എടുത്ത് വാങ്ങിയ പുതിയ സ്മാർട്ട് ഫോണിൽ കൂട്ടുകാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. പെട്ടെന്ന് ഫോൺ ഓഫ് ആകുന്നു. എന്തു പറ്റിയെന്ന് നോക്കുമ്പോൾ സ്ക്രീനിൽ ഒരു മുന്നറിയിപ്പ്. വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനാൽ നിങ്ങളുടെ ഫോൺ താൽക്കാലികമായി ലോക്ക് ചെയ്തിരിക്കുന്നു. ഞെട്ടേണ്ട, ഇതൊരു യാഥാർത്ഥ്യമാകാൻ അധികം വൈകില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിലെ കോടിക്കണക്കിന് മൊബൈൽ ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ നിയമത്തെക്കുറിച്ചാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ലോൺ തിരിച്ചടവിൽ വീഴ്ച വരുന്നവരുടെ ഫോണുകൾ ദൂരെയിരുന്ന് നിയന്ത്രിച്ച് ലോക്ക് ചെയ്യാൻ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകാൻ ഒരുങ്ങുകയാണ്. കിട്ടാക്കടം പെരുകുന്നത് തടയാനാണ് RBI ഇത്തരമൊരു കടുത്ത നടപടിക്ക് ആലോചിക്കുന്നത്. എന്തുകൊണ്ട് ഈ പുതിയ നീക്കം? എന്തിനാണ് RBI ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്? ഉത്തരം ലളിതമാണ്: വർദ്ധിച്ചു വരുന്ന കിട്ടാക്കടം. ഇന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ 1/3 വാങ്ങുന്നത് ചെറിയ ലോണുകൾ എടുത്താണ്. എന്നാൽ 1 ലക്ഷം രൂപയിൽ താഴെയുള്ള ഈ ചെറിയ ലോണുകളിലാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടവ് മുടങ്ങുന്നത്. ഇത് ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും വലിയ തലവേദനയാകുന്നു. ഈയൊരു സാഹചര്യത്തിലാണ് ഫോൺ ലോക്കിംഗ് എന്ന ആയുധം പ്രയോഗിക്കാൻ RBI തയ്യാറെടുക്കുന്നത്. പുതിയ നിയമം വരുന്നതോടെ നിങ്ങൾ ലോൺ എടുത്ത് ഫോൺ വാങ്ങുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ലോൺ തിരിച്ചടവ് മുടങ്ങിയാൽ ഈ ആപ്പ് ഉപയോഗിച്ച് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ദൂരെ ഇരുന്ന് ലോക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഫോൺ വിളിക്കാനോ ഇന്റർനെറ്റ് ഉപയോഗിക്കാനോ മറ്റു ആപ്പുകൾ തുറക്കാനോ കഴിയില്ല. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോകൾ, കോൺടാക്റ്റുകൾ പോലുള്ള സ്വകാര്യ വിവരങ്ങൾ എടുക്കാൻ ബാങ്കിന് അനുമതി ഉണ്ടായിരിക്കില്ല എന്ന് RBI ഉറപ്പു നൽകുന്നുണ്ട്. ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വായ്പ തിരിച്ചു പിടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ നീക്കത്തിന് അനുകൂലമായും പ്രതികൂലമായും വാദങ്ങൾ ഉയരുന്നുണ്ട്. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രയോജനകരമാണ്. ബജാജ് ഫിനാൻസ്, DMI ഫിനാൻസ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് കുടിശ്ശിക എളുപ്പത്തിൽ തിരിച്ചു പിടിക്കാൻ ഇത് സഹായിക്കും. ഇത് അവരുടെ സാമ്പത്തിക നഷ്ടം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് അവർ കരുതുന്നു. എന്നാൽ മറുവശത്ത് ഉപഭോക്തൃ അവകാശ പ്രവർത്തകർ ഇതിലെ അപകടം ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യയിൽ ഇന്ന് ഭൂരിഭാഗം ആളുകളും ബാങ്കിംഗ്, പഠനം, ജോലി, ആശയവിനിമയം തുടങ്ങിയ എല്ലാത്തിനും ആശ്രയിക്കുന്നത് സ്മാർട്ട് ഫോണുകളെയാണ്. ഒരൊറ്റ EMI മുടങ്ങുന്നതിന്റെ പേരിൽ ഫോൺ ലോക്ക് ആകുന്നത് സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്തംഭിപ്പിച്ചേക്കാം. ഇത് അവരുടെ ഉപജീവന മാർഗത്തെയും വിദ്യാഭ്യാസത്തെയും സാമ്പത്തിക സേവനങ്ങളെയും തടസ്സപ്പെടുത്തുമെന്ന ആശങ്കയും ശക്തമാണ്. മുൻപ് 2024 RBIയുടെ അനുമതിയില്ലാതെ ചില സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഫോണുകൾ ലോക്ക് ചെയ്തിരുന്നു. തുടർന്ന് അത്തരം ആപ്പുകൾ ഉപയോഗിക്കുന്നത് നിർത്തിവെക്കാൻ RBI ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ധനകാര്യ സ്ഥാപനങ്ങളുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ വിഷയം വീണ്ടും പരിഗണനയ്ക്ക് വരുന്നത്. കിട്ടാക്കടം നിയന്ത്രിക്കാൻ ഇത്തരമൊരു മാർഗം ആവശ്യമാണോ? അതോ ഇത് സാധാരണക്കാരന്റെ സ്വകാര്യതയ്ക്കും അവകാശങ്ങൾക്കും മേലുള്ള കടന്നുകയറ്റമാണോ? ഒരു വശത്ത് ബാങ്കുകളുടെ നിലനിൽപ്പ്, മറുവശത്ത് സാധാരണക്കാരന്റെ ജീവിതം. RBIയുടെ ഈ നീക്കം ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുമോ? ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.